വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ്, സാമ്പാറിൻ്റെ റെസിപ്പി. പക്ഷേ ഇത് വെറും 2 മിനിറ്റ് കൊണ്ട് എങ്ങനെ കുക്കറിൽ തയ്യാറാക്കാം എന്നാണ് ഇപ്പോൾ ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഈ ഓൾ എന്ന ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മുരിങ്ങക്കായ, ചെറിയ പീസ് മത്തൻ, വെള്ളരിക്ക, ഒരു സവാള, പിന്നെ 2 തക്കാളി, ഒരു ചെറിയ പീസ് കുമ്പളങ്ങ, പിന്നെ ഒരു ചെറിയ പീസ് പടവലം, അതുപോലെ 3-4 ബീൻസ്, പിന്നെ നമ്മുടെ ഇതുപോലുള്ള ഉണ്ടമുളക്, പിന്നെ ചെറിയ പീസ് ക്യാരറ്റ്, ചേമ്പ്, ഇവയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ പീസ് ചേന, അതുപോലെ ഒരു പച്ചക്കായ. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ വെജിറ്റബിൾസും ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു നെല്ലിക്കയുടെ വട്ടത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കപ്പോളം, ഏകദേശം 200 ഗ്രാമോളം പരിപ്പും ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കഴുകിയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അല്പം വലിയ പീസാക്കിയിട്ടാണ് നമ്മൾ സാമ്പാറിന് കട്ട് ചെയ്യുക. ഇപ്പം ഞാനിതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ വെണ്ടക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് സെപ്പറേറ്റ് ആയിട്ടാണ്. വെണ്ടക്ക ഒന്ന് വാട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ സാമ്പാറിലേക്ക് ചേർക്കാവൂ, അല്ലെങ്കിൽ വെണ്ടക്കയുടെ പശ മുകളിൽ കെട്ടിക്കിടക്കും. ഇപ്പോൾ പരിപ്പ് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്, അതുപോലെ പുളിയൊക്കെ നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പരിപ്പ് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ കുക്കറിലാണ് കേട്ടോ സാമ്പാർ തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുകിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. വെറും 2 മിനിറ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ, ഇതിൻ്റെ പശയൊന്ന് കളയാനും വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം, അതുപോലെ കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ്, ഇവ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ 2.5 ടേബിൾ സ്പൂണോളം സാമ്പാർ പൗഡർ, അതുപോലെ ഒരൽപ്പം കായപ്പൊടി ഇവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഇതിനെ 1 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യുക. 1 വിസിലുകൊണ്ട് മാത്രം മതി, അപ്പോഴേക്കിന് എല്ലാ വെജിറ്റബിൾസും നന്നായിട്ട് വേവും. 1 വിസിൽ കഴിഞ്ഞിട്ട് പിന്നെ ആവിയെല്ലാം പോയതിന് ശേഷം മാത്രം കുക്കർ തുറന്നാൽ മതി. ഇപ്പോൾ 1 വിസിൽ കഴിഞ്ഞ് ആവിയെല്ലാം നല്ലപോലെ പോയതിനു ശേഷം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനെ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുക. അങ്ങനെ ഇപ്പോൾ ഇത് തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് അഡീഷണലായിട്ട് തേങ്ങാപ്പാൽ വേണമെങ്കിൽ അതും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കുക, അല്ലെങ്കിൽ തേങ്ങ വറുത്തരച്ചിട്ട് അതും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത് രണ്ടും ചേർക്കുന്നില്ല, കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ തേങ്ങാപ്പാലും തേങ്ങയും ഒഴിച്ചാൽ സാമ്പാർ പെട്ടെന്ന് തന്നെ കേടായി പോകുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? വളരെ എളുപ്പമല്ലേ ഇങ്ങനെ തയ്യാറാക്കി നോക്കാൻ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.
പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരാരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്ന ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പം നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.